സപ്ലൈകോയിലെ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾക്കെതിരെ സർക്കാർ അനുകൂല സംഘടനയായ AITUC രംഗത്ത്. ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് സർക്കാരിനോട് AITUC ആവശ്യപ്പെട്ടു. ഉയർന്ന തസ്തികകളിലെ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ കാരണം വലിയ ബാധ്യത സപ്ലൈകോയ്ക്കുണ്ടാകുന്നതായി AITUC വിമർശിച്ചു. സപ്ലൈകോയ്ക്ക് പണമില്ല. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളിൽ പലതുമില്ല. എന്നാൽ ആർഭാടത്തിനും ദൂർത്തിനും കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ. സപ്ലൈകോയിലെ ക്ലറിക്കൽ നിയമനങ്ങൾ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരാനുള്ള തീരുമാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെടുത്തതാണ്. ക്ലറിക്കൽ നിയമനങ്ങളിൽ 10% കുറവ് വരുത്തുമ്പോഴും ഉയർന്ന തസ്തികയിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ നിർബാധം തുടരുന്നു. ഇത്തരം നിയമനങ്ങളിലേക്ക് ശമ്പളമിനത്തിൽ സപ്ലൈകോ നൽകേണ്ടി വരുന്നത് ലക്ഷങ്ങൾ. ഇതിനെതിരെയാണ് സർക്കാർ അനുകൂല സംഘടനയായ AITUC രംഗത്ത് വന്നത്. വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു. മേൽപോട്ടുള്ള പ്രൊമോഷൻ സ്തംഭിക്കുകയുണ്ടായി. കാരണം മുകളിൽ നിന്നുള്ള ആളുകൾ പോയെങ്കിൽ മാത്രമാണ് താഴെ JA എന്നും ASM JA എന്ന് SA വടയിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ മൂലം അർഹരായ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നിഷേധിക്കുന്നതായും ആക്ഷേപമുണ്ട്. സപ്ലൈകോയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനിടയിലാണ് അനധികൃത ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ നടക്കുമ്പോൾ മാനേജ്മെന്റ് ചെറുവിരൽ അനക്കാത്തത്. സ്ഥിരം ജീവനക്കാരുടെയും ദിവസവേതനക്കാരുടെയും ആനുകൂല്യങ്ങളെപ്പോലും ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ ബാധിക്കുന്നതായി AITUC വിമർശിച്ചു. ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.